ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ കഴിഞ്ഞ 30-ാം തീയതി നടന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് 630/2023 എന്നുള്ളതായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ. അതിൻ്റെ ഫൈനൽ ആൻസർ കീ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുപ്രകാരം 4 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കീയും മാറി വന്നിട്ടുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കിയാലോ? യെസ്, അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 150/2024, കാറ്റഗറി നമ്പർ 630/2023. അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ടെസ്റ്റിൻ്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് എത്രയാണ്? ഒക്ടോബർ 30. കണ്ടോ, ഈ രീതിയിൽ ഈ റെഡ് കളറിലുള്ളതാണ് ആൻസർ കീയിലെ ചേഞ്ച്. അതുപ്രകാരം 14-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, 16-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ദെൻ 74-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ദെൻ 83 ഡിലീറ്റഡ് ആണ്, 84 ഓപ്ഷൻ ചേഞ്ചായി സിയിലേക്ക്. അപ്പോൾ ചോദ്യങ്ങൾ കൂടി ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. യെസ്, അപ്പോൾ 14-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അറ്റ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഇറ്റ്സ് തേർഡ് ഡെറിവേറ്റീവ് ഈസ്. ഓക്കെ, സോ ആദ്യം ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സി എന്നായിരുന്നു. ഇപ്പോൾ ഫൈനൽ ആൻസർ കീ പ്രകാരം ഇത് ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് 16-ാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദി ഏരിയ ഓഫ് ദി ടാൻജൻറ്റ് കട്ട് ഓഫ് ഫ്രം ദി പാരാബോള ബൈ ദി ലൈൻ. ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നില്ല എന്ന്. യെസ്, ഇത് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. പക്ഷേ ആക്ച്വലി നിങ്ങളിതിൻ്റെ ഈക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ വേറെയാണ് കിട്ടുക. സോ ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് 74 കേട്ടോ. 74 ഇന്ത്യൻ ഓർഗനൈസേഷൻ ഇഫ് ദി മാനേജർ വൺസ് ഡിറ്റർമിൻസ് പോളിസി programs and limitations for action and the entire process is entrusting to the subordinates for execution, then the leadership style is called. ഓക്കെ, അതായത് വൺസ് മാനേജേഴ്സ് ഒരു പോളിസി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും ലീഡർഷിപ്പ് എന്ത് ചെയ്യും? സബോർഡിനേറ്റ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ അനുവാദം കൊടുക്കുന്നുള്ളതാണ്. അത് ലേസസ് ഫെയർ ആയിട്ടാണ് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡിലീറ്റഡ് ആണ്. ദെൻ 83, അക്കോർഡിംഗ് ടു ദി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ CAPM, എ സെക്യൂരിറ്റീസ് എക്സ്പെക്റ്റഡ് റിക്വയർഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ദി റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് എ പ്രീമിയം. ഇത് സിലബസ് പ്രകാരം ഉള്ളതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇത് ആദ്യം എ ആണ് ഓപ്ഷൻ വന്നത് കേട്ടോ. ബേസ്ഡ് ഓൺ ദി സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് സെക്യൂരിറ്റി എന്നാണ് കൊടുത്തത്. നിലവിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The next one, the return on capital employed shows the combined effect of. ആദ്യം ഇതിൻ്റെ ആൻസർ ബി ആയിരുന്നു. ഓക്കെ, ഓപ്പറേറ്റിംഗ് റേഷ്യോ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആൻസർ സിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ, ഫൈനൽ ആൻസർ കീ വന്ന പ്രകാരം ചേഞ്ചസ് വന്നിട്ടുള്ളത്. സോ ഇത് പ്രകാരമായിരിക്കും ഇനി ഇവാലുവേഷൻ നടക്കുക കേട്ടോ. യെസ്, ഇത് പ്രകാരമുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും വരാൻ വേണ്ടി പോവുക. ഇതിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓക്കെ ആണല്ലോ. പ്രൊവിഷണൽ കീ വന്നതിന് ശേഷം 5 ദിവസത്തോളം നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന് ശേഷമാണ് ഈ ഫൈനൽ കീ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് യാതൊരുവിധ ഓപ്ഷനും ഇല്ല കേട്ടോ. ഇനി എന്തെങ്കിലും തിരുത്തുകൾ വരുത്തണമെങ്കിൽ ഇനി യാതൊരുവിധ ഓപ്ഷനും ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്